എൻ്റെ ഒരു ദൈവവിളി എന്ന് പറയുന്നത് എനിക്ക് 10th എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് വീട്ടിൽ പറഞ്ഞപ്പോൾ അവരങ്ങനെ അതിനോട് ചെറുതായിട്ടൊന്ന് എതിർത്തു. അപ്പോൾ പിന്നെ എനിക്കും അങ്ങനെ ഒരു ഒരു വലിയൊരു ലക്ഷ്യം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് +1 +2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രി സഹൃദയയിൽ പഠിച്ചു, കൊടകര. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ PG അങ്കമാലി ഡീപോളിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴും എനിക്കൊരു അടിച്ചുപൊളി ലൈഫിലോട്ട് ഞാൻ പോയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൈവവിളി അതിലോട്ട് അങ്ങനെ വരാനോ ഈശോയെ കൂടുതൽ അറിയാനോ ഒന്നും എനിക്ക് ആ സമയത്ത് പറ്റിയിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ ഞങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റിൽ എനിക്ക് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലെ 3CC ഇൻഫോളജിക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങോട്ട് പോയത് എനിക്കൊരു വലിയ വഴിത്തിരിവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ അവിടെ പോയതും 2 ആഴ്ചയൊക്കെ എനിക്ക് അവിടുത്തെ കുർബാന, അവിടുത്തെ കാര്യങ്ങളോ ചാപ്പൽ എവിടെയാണെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോട് കടന്നു പോയി. എങ്കിലും പിന്നീട് അങ്ങോട്ട് ഞാൻ അവിടെ സീറോ മലബാർ ചർച്ച് കണ്ടെത്തി. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിലുള്ള ചേച്ചിമാരും നല്ല സ്നേഹമുള്ള ചേച്ചിമാരാണ്. അപ്പോൾ അവരൊക്കെ എന്നെ കൊണ്ടുപോയി തുടങ്ങി. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഈശോയോട് കൂടുതലായിട്ട് അടുത്തു ആ സമയത്തൊക്കെ. അപ്പോൾ അവിടെ ചാപ്പലിലായിരിക്കുമ്പോഴായാലും കൂടുതൽ ഈശോയുടെ അടുത്ത് സക്രാരിയുടെ കൂടെ ആയിരിക്കാനും അങ്ങനെ ഒരു പ്രചോദനം അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് വന്നു തുടങ്ങി. പിന്നെ അവിടെ ജീസസ് യൂത്ത് ഭയങ്കര ആക്റ്റീവായിരുന്നു ഒരു ചാപ്പലിൽ. ലാറ്റിനാണ് എങ്കിലും എല്ലാ മെമ്പേഴ്സും തന്നെ ഇവിടെ ഈ ഒരു ചാപ്പലിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ജീസസ് യൂത്തുകാരായിട്ട് ഒന്നുകൂടി ഒന്ന് മിങ്കിൾ ചെയ്ത് അപ്പോൾ എനിക്ക് ഒന്നുകൂടി അവരുടെ കൂടെ ഒന്ന് കൂടണം തോന്നി. അപ്പം അങ്ങനെ ഞാൻ ചോദിച്ച് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ജീസസ് യൂത്തിൽ ചേർന്നു. അത് പിന്നീട് ഞാൻ ഒരു 1.5 വർഷം കഴിഞ്ഞ് ഒരു മിഷൻ ജേണി പോകാനായിട്ട് ജീസസ് യൂത്തുകാർ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ 1.5 വർഷമായിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് സീനിയേഴ്സായ ഒരു ചേട്ടന്മാർ ചേച്ചിമാരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാനായിരുന്നു ഏറ്റവും ജൂനിയർ ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ മിഷൻ ജേണി പോകാനായിട്ട് മധ്യപ്രദേശ് ഗാണ്ഡുവ എന്ന സ്ഥലത്ത് ഞങ്ങൾ മിഷൻ ജേണി പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ലീവിൻ്റെ പ്രശ്നവും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈശോ അതൊക്കെ മാറ്റി വെച്ച് ഈശോ സെറ്റാക്കി തന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ പോയി ആ ദിവസം ഒരു 10 ദിവസത്തിനാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയം മുതൽ തന്നെ ഈശോയുടെ കൃപകൾ ഞങ്ങളിലേക്ക് ഒഴുക്കായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പ് നന്നായി ജോയിൻ ചെയ്ത് നല്ലൊരു സന്തോഷം, ഒരു ഐക്യമൊക്കെ ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ട്രെയിനാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെയാണ് ജീസസ് യൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയുടെ ഒരു വശം കൂടുതലായിട്ടുള്ളതുകൊണ്ട് തന്നെ ഈശോയുടെ അടുത്തുള്ളവരാണ് ജീസസ് യൂത്തുകാർ. അപ്പോൾ അതെനിക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു, എനിക്ക് ഈശോയുടെ കൂടുതൽ അടുക്കുവാനൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വിഷൻ പറഞ്ഞു തുടങ്ങി. അപ്പോൾ എനിക്കിത് അത്ഭുതമായിരുന്നു. കാരണം ഞാനൊരു ചെറുതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഒരു വിഷനൊക്കെ കേൾക്കാമെന്ന് പറയുന്നത് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. എത്ര വയസ്സായിരുന്നു ഈ സമയത്ത്? എനിക്ക് 24 വയസ്സ്. ഞാനായിരുന്നു ഇളയത് ഗ്രൂപ്പിൽ. എല്ലാവരും നല്ല സീനിയേഴ്സായിട്ട് ചേട്ടന്മാരാണ്. അപ്പോൾ ഇവരൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞതായിരുന്നു ഈ ഒരു ദൈവവിളി, നമ്മുടെ ഈ ജീസസ് യൂത്തിൽ നിന്ന് ദൈവവിളി ഒരു 2-3 പേര് ഈശോയെ മാത്രം സ്നേഹിക്കാനായിട്ട് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടെന്നുള്ളൊരു വിഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു സെൻസ് എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളി ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. അതൊരു മലമുകളിലായിരുന്നു, ഒരു ഷ്രൈനാണത്, മാതാവിൻ്റെ ഒരു ഷ്രൈനാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്തൊക്കെയുള്ളൊരു ഉള്ളിൽ നിന്നൊരു ഈശോ പള്ളിയിൽ കൂടുതൽ നേരം ഇരിക്കാനും ഒക്കെ ഉള്ളൊരു പ്രചോദനം എനിക്ക് ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്തു. അപ്പോൾ ഞങ്ങളവിടെ കൂടെ ആയിരുന്നപ്പോൾ അവിടെ ഞങ്ങളുടെ ജീസസ് യൂത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു, പ്രകാശ് അച്ഛൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛനാണ് ഞങ്ങളെല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി ഞങ്ങളിങ്ങനെ ഓരോ വില്ലേജുകളിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ വാഴ്ത്തപ്പെട്ട റാണി മരിയ സിസ്റ്ററിൻ്റെ അവിടെ പോയി. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഓരോ വില്ലേജുകളിലേക്ക് പോണേക്കാൾ മുമ്പ് ഞങ്ങളിങ്ങനെ അവിടേക്ക് ആ ഒരു പ്രദേശത്തേക്ക് മലമുകളിൻ്റെ അവിടെ നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ പോയപ്പോൾ ഒരു ഹിന്ദിയൊന്നും എനിക്കറിയില്ലെങ്കിലും അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ കുറേ ആക്ഷൻ സോങ്ങും അങ്ങനെ കുറേ അവരോട് കുറേ ഈശോനെ പറ്റി പറഞ്ഞു. അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അപ്പോൾ അവിടെ കുറേ സിസ്റ്റേഴ്സ് ആയാലും ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി ഫുൾ ടൈമർ പോലെ അവരുടെ കൂടെ ആയിരുന്നു എന്നെ ശുശ്രൂഷ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിൽ എനിക്കും എൻ്റെ ജീവിതം വെറുതെ എൻ്റെ ഒരു ഇഷ്ടത്തിന് മാറ്റി വയ്ക്കാതെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുള്ളൊരു ചിന്ത അങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ ഞാനത് പ്രകാശച്ചനായിട്ടൊന്ന് കൺവേ ചെയ്തു. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു. പിന്നീട് കുറച്ച് നാളൊക്കെ ഞാൻ കുറച്ച് വയലൻ്റ് ആയിട്ട്, അതായത് നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ അത് സൈലൻ്റ് ആയി തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് ഉള്ളിലോട്ട് ഇറങ്ങി തുടങ്ങി. അപ്പോൾ എനിക്ക് ഈശോയുടെ കുറച്ചൊക്കെ അനുഭവങ്ങളും പരിശുദ്ധ അമ്മേനെ കുറിച്ച് കൂടുതലായിട്ട്, അമ്മയുടെ കൂടെ ആയിരുന്നു ജപമാല ചൊല്ലി. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ജപമാല, വലിയ ജപമാല കെട്ടി ഇങ്ങനെ മാതാവിൻ്റെ കഴുത്തിൽ അണിയിച്ച്. അപ്പോൾ അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇവിടെ നിന്നാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ദൈവവിളിയുടെ സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്പാർക്ക് വീണിട്ടുണ്ട്. എനിക്ക് സിസ്റ്റർ ആവാൻ പോകണം, ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത്. വീട്ടിൽ പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ എനിക്ക് 2 ചേച്ചിമാരാണുള്ളത്. അപ്പോൾ അവരുടെ മാരേജൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയമായിരുന്നു അവരുടെ മാരേജൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഞാനും കൂടെ ഇനിയൊരു ഇതിന് പോവാന്ന് പറഞ്ഞാൽ വീട്ടിൽ പിന്നെ ആരും ഉണ്ടാവില്ല, അവരെ നോക്കാൻ ആരുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ജോലി ചെയ്ത് അവരെ നോക്കണം, അവരെ നല്ല രീതിയിൽ അവർക്കൊരു കുറവുകൾ ഉണ്ടാക്കാതെ നോക്കണം എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. പിന്നെ അത് അവിടെ നിന്ന് കൺവേർട്ട് ചെയ്തപ്പോൾ അത് ഞാൻ വീട്ടിൽ പറയാനൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയി. അങ്ങനെ ഞാൻ അവരോട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തമാശ രൂപേണ അങ്ങനെ കൺവേ ചെയ്തു തുടങ്ങി. അപ്പോൾ അവർക്കായാലും അങ്ങനെ ഓക്കെയാണ്, കുഴപ്പമില്ല, അങ്ങനെ വലിയ അസ്വസ്ഥതകളോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അത് ഈശോ എനിക്ക് എന്താ എന്നെ കൈപിടിച്ച് നടത്തിയതാന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചൻ കുറച്ച് അതായത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ അത് അപ്പച്ചൻ സമ്മതിക്കുമോ എന്നുള്ളൊരു വലിയൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ അപ്പച്ചനായിരുന്നു, നീ നിന്റെ ഇഷ്ടത്തിനാണെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ നീ അതിനോട് ഓക്കെ ആണെങ്കിൽ നീ പൊക്കോ എന്നുള്ളൊരു ഇതിലൂടെ എനിക്ക് തന്നു. അപ്പോൾ അവർ തന്നെ എനിക്കൊരു വലിയ ബലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റി. പിന്നെ എനിക്ക് അവിടെ ഒരു കോൺഗ്രിഗേഷൻസ് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു കോൺഗ്രിഗേഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഇടവകയിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ CMC കോൺഗ്രിഗേഷൻ ഉള്ളത്. അപ്പം അങ്ങനെ CMC തന്നെ ചൂസ് ചെയ്തു. അപ്പം CMCയിൽ ഒരു പ്രത്യേക ഒരു സ്നേഹവും ഐക്യവും ഒക്കെ എനിക്ക് അവരെ കണ്ടപ്പോഴും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ CMC ചൂസ് ചെയ്തു. അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്.